തയ്യാറാക്കുന്നത് ഒരു പായസമാണ്. സാധാരണ നമ്മൾ ബാക്കി പായസങ്ങൾക്കെല്ലാം ചേർക്കുന്ന ചവ്വരി ഉപയോഗിച്ചാണ് ഞാനിന്ന് പായസം തയ്യാറാക്കുന്നത്. ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ചവ്വരി, നെയ്യ്, ശർക്കരപ്പാനി, ഏലയ്ക്ക, തേങ്ങയുടെ 1-ാം പാല്, 2-ാം പാല്, അണ്ടിപ്പരിപ്പ്, മുന്തിരി. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് ചവ്വരി വേവിക്കാം. ഇത് 250 ഗ്രാം ചവ്വരി നന്നായി കഴുകി കുതിർത്ത് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇത് നെയ്യിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കിലോ ശർക്കര പാനി കാച്ചിട്ടുള്ളതാണ്. അത് ചേർത്ത് വേവിക്കാം. ശർക്കര ചവ്വരിൽ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് തിളപ്പിക്കാം. ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർക്കാം. പായസം കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാല് ചേർത്ത് ഇറക്കാം. ഒന്നാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ അനുവദിക്കരുത്. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തിടാം. ഈ പായസം തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലും പഞ്ചസാരയും ചേർത്ത് പാൽപ്പായസം വയ്ക്കുന്നത് പോലെയും വയ്ക്കാം.